blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ദിവസങ്ങൾ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഉണർവിൻ്റെ, ഉത്സാഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ദൈവിക അനുഗ്രഹങ്ങളുടെ ദിവസങ്ങളാണ്. ദൈവത്തിൻ്റെ കൃപ ഭൂമിയെ സന്ദർശിച്ച് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും, മദ്യപാനികൾ, വിവാഹബന്ധം വേർപെടുത്തിയവർ, ഭർത്താക്കന്മാർ മരിച്ചുപോയവർ, മാതാപിതാക്കന്മാർ ഇട്ടിട്ട് പോയവർ, ഇവരൊക്കെ കർത്താവ് കൈകളിൽ കോരിയെടുത്ത് ആശ്വസിപ്പിക്കുകയും നിത്യജീവൻ നൽകുകയും മറ്റനേക നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിലാണ്, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ആഴ്ചയിലെ എപ്പിസോഡുകളിൽ ഇന്ന് വീണ്ടും നമ്മൾ ഫിലിപ്പ് ലേഖന പഠനം തുടരും. ഈ ആഴ്ചയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്രായേലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ ഇന്നും ഇസ്രായേലിലെ ഒരു പ്രധാന സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സ്ഥലങ്ങളിൽ ചിലത് യേശു ബെഥസ്ദാ കുളത്തിൻ്റെ അരികിൽ 38 വർഷം രോഗിയായി കിടന്നിരുന്ന വ്യക്തിയെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് സൗഖ്യമാക്കിയ ആ സ്ഥലത്ത് നിന്നുകൊണ്ട്, ചിലത് കഫർനഹൂം എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധി രോഗികളെ സൗഖ്യമാക്കിയ സ്ഥലം, അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ കാൽ സ്പർശനം, പാദസ്പർശനം ഏറ്റ അതേ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എൻ്റെ പ്രാർത്ഥനാ ഡയറി നമ്മൾ ഒരുമിച്ച് അതിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഇതൊക്കെ ഈ ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കും. ഞാൻ വീണ്ടും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, കോട്ടയം മെഗാ ഫെസ്റ്റിവൽ, ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ്. തീർച്ചയായും നിങ്ങൾ വരണം. ഇതിനു മുമ്പുള്ള മെഗാ ഫെസ്റ്റിവലുകളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഒരുപക്ഷെ ഇതൊരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പോലും നിങ്ങൾ പങ്കെടുത്ത് കാണില്ല, പക്ഷെ വരണം. കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കും. നമുക്ക് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് തിരുവാങ്കുളത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തൻ്റെ സാമ്പത്തികമായ എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ. അത്ഭുതകരമായ ഒരു വിടുതൽ സാമ്പത്തിക മണ്ഡലത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തിൻ്റെയും അനുഗ്രഹത്തിന് വേണ്ടിയും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ കർത്താവെ, ഡൽഹിയിൽ നിന്നുള്ള സാലി ചെറിയനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായൊരു ഭവനം കർത്താവ് അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകനൊരു ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തിരുനാമത്തിൽ ഈ സഹോദരിയെയും കുടുംബത്തെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കോട്ടയം. ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ഒക്ടോബർ 25, 26, 27. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 422 www.blessingtoday.tv. ഞായർ രാവിലെ 10-ന് പ്രത്യേക ആരാധന. റെഡ് ക്രോസ് ടവർ, നാഗമ്പടം, കോട്ടയം. ഏവർക്കും സ്വാഗതം. ശ്രീ സഹോദരന്റെ പേര് ഷൈജി TV എന്നാണ്. ഇദ്ദേഹം കുടുംബമായിട്ട് ചേർത്തലയടുത്ത മുഹമ്മയിലാണ് താമസിക്കുന്നത്. പക്ഷേ ഈ സഹോദരൻ BSF അതിർത്തി രക്ഷാസേനയിൽ വർക്ക് ചെയ്യുകയാണ്. കാശ്മീരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2010
ഈ സഹോദരന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ വന്നു. അവിടെ നിന്ന് 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും ദൂരസ്ഥലത്തിലേക്ക് ട്രാൻസ്ഫറായി പോകും. പല ദൂരസ്ഥലങ്ങളിലും ജോലി ചെയ്ത് ഇദ്ദേഹത്തിന് വീടിനോടടുത്ത് ഒരു ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ആദ്യമായിട്ട് ഈ സഹോദരൻ ഇവിടെ വന്നത്. സഹോദരൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, കൂടെയുള്ള മറ്റു പലവരും റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് മന്ത്രിതലങ്ങളിലും പലയിടങ്ങളിലും പോയി റെക്കമെൻഡേഷന് തേടിയപ്പോൾ ഈ സഹോദരൻ കുടുംബമായിട്ട് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനായിട്ട് ആരുമില്ല. ഈ സഹോദരൻ കൂടെ എല്ലാ ദിവസവും ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ആളാണ്. ഈ സഹോദരൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ നമ്മുടെ കർത്താവ് തന്നെയുള്ളൂ. നമുക്ക് അതുകൊണ്ട് ഇടപ്പള്ളിയിലുള്ള പത്തടിപ്പാലത്ത് പോയിട്ട് യേശുവിനോട് ഈ വിവരം പറഞ്ഞാൽ നമ്മുടെ റെക്കമെൻഡേഷൻ യേശു നോക്കിക്കൊള്ളും, നമ്മുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യം യേശു കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ആദ്യമായിട്ട് ഇവിടെ വന്നേ. ഇവിടെ വന്ന് ദൈവദാസന്റെ കീഴിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ജൂണിൽ ട്രാൻസ്ഫർ വന്നപ്പോൾ സഹോദരൻ്റെ കൂടെയുള്ള എല്ലാവരും ദൂരസ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ മേടിച്ചു പോയി. എന്നാൽ ഈ സഹോദരന് മാത്രം ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നില്ല. മറിച്ച് ഈ സഹോദരൻ അവിടെയുള്ള DIGയുടെ കീഴിൽ ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം കിട്ടി. ട്രാൻസ്ഫർ ഇല്ലാതെ കർത്താവ് മാറ്റി. ഹല്ലേലൂയ. കൂടുതൽ നല്ലൊരു പോസ്റ്റിലേക്ക് ജോലി കിട്ടുകയും ചെയ്തു. ശരിയാണോ ഈ പറഞ്ഞതല്ലേ? ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. എത്ര പേർ ചേർന്ന് ഈ സഹോദരനെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. അങ്ങ് കൊടുത്ത ഈ വലിയ ദാനത്തിനായി, ഈ വലിയ അനുഗ്രഹത്തിനായി നന്ദി. കർത്താവ്, ഇത് അനേകരുമായി പങ്കുവയ്ക്കാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഈ മകനെ അങ്ങ് അധികാരപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. Paul is speaking about 2 ladies. ഇവിടെ പൗലോസ് 2 സ്ത്രീകളെ കുറിച്ച് പറയുന്നു. യുവോദ്യ ആൻഡ് സിന്ധിക്കെ. യുവോദ്യയും സുന്ദുകയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ. യുവോദ്യ, സുന്ദുക. പൗലോസ് കത്തെഴുതുകയാണ്. And he is writing, അദ്ദേഹം എഴുതുകയാണ്, I plead with യുവോദ്യ and സിന്ധിക്കെ. ഞാൻ യുവോദ്യയോടും സുന്ദുകയോടും അപേക്ഷിക്കുകയാണ്. The great apostle is pleading with 2 ladies. ശ്രേഷ്ഠനായ അപ്പോസ്തലൻ ഈ സഹോദരിമാരുടെ അടുത്ത് കേണ അപേക്ഷിക്കുകയാണ്. ഒന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കുക. Agree with each other in the Lord. കർത്താവിൽ ഏകഭാവത്തോടെ ജീവിക്കുക. Because these 2 ladies were in the church and they were quarreling. ഇവര് ഒരേ കൂട്ടായ്മയിൽ തന്നെയുള്ളവരാണ്, എന്നാൽ പരസ്പരം വഴക്കടിക്കുന്നവരായിരുന്നു ഇവർ. This is called the ladies' problem. ഇതാണ് സ്ത്രീകളുടെ പ്രശ്നം എന്നറിയപ്പെടുന്നത്. There's everywhere. എല്ലായിടത്തും ഉണ്ട്. The Bible says in the book of Revelation, and afterward there was a silence in heaven. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, അതിനുശേഷം സ്വർഗത്തിൽ ഒരു വലിയ മൗനം ഉണ്ടായി. And somebody read it and said, there is no women in heaven. അത് ആരോ ബൈബിൾ വായിച്ചിട്ട് താൻ ഉറക്കെ പറഞ്ഞു, സ്വർഗത്തിൽ സ്ത്രീകളില്ല. There was silence. കാരണം അവിടെ ഒരു മൗനം ഉണ്ടായി എഴുതിയിട്ടുണ്ട്. Ladies can't help talking. അവർക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. These ladies, 2 ladies, and Paul says, they have contended at my side in the cause of the gospel. അവർ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയവരാണ്. Meaning these 2 ladies were ministers in the church. അവര് സാധാരണ വിശ്വാസികളായിരുന്നില്ല, അവർ ശുശ്രൂഷകന്മാരായിരുന്നു. In those days generally women had no public life. അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പൊതുവായ ജീവിതം ഉണ്ടായിരുന്നില്ല. But in Macedonia, especially in the church of Philippi, ladies were allowed to minister. എന്നാൽ മാസിഡോണിയയിൽ, പ്രത്യേകിച്ച് ഫിലിപ്പെ സഭയിൽ സ്ത്രീകൾക്ക് ശുശ്രൂഷിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. These 2 ladies were very good anointed ministers. ഈ 2 സ്ത്രീകളും അഭിഷേകമുള്ള നല്ല ശുശ്രൂഷകരായിരുന്നു.
but there were problems പക്ഷേ between them. അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നു. Now Paul is asking some people in the church to settle the problem. അവിടെ പൗലോസ് സഭയിലെ ചിലരോട് ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കുവാൻ, പരിഹരിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. When he is writing this, he is writing, please settle the problem, the lady's problem. അദ്ദേഹം എഴുതുകയാണ്, ആ സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നത്തെ നിങ്ങളൊന്ന് പരിഹരിക്കുക. He is asking loyal yoke fellow, അവിടെ പറയുകയാണ് വിശ്വസ്തനായ സഹപ്രവർത്തക. and also Clement, അവിടെ ക്ലെമന്റ് എന്നൊരു വ്യക്തിയോട് കൂടി പറയുകയാണ്, and fellow workers, എന്റെ കൂടെയുള്ള സഹോദരന്മാരെ, please settle the problem. നിങ്ങൾ എല്ലാവരും ചേർന്ന് അത് പരിഹരിക്കുക. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. If there were problems in first century, there can be problems in 21st century also. ആദ്യ നൂറ്റാണ്ടിൽ, അന്നത്തെ കാലഘട്ടത്തിൽ സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. കൂട്ടായ്മയാണെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ടാവും, മനുഷ്യരുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ആമേൻ. Hallelujah. See, even among the 12 disciples of Jesus there were problems. 12 ശിഷ്യന്മാരുടെ ഇടയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. They were directly consulting Jesus. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുമായിരുന്നു. They were walking with Jesus. അവർ യേശുവിന്റെ കൂടെ But നടക്കുന്നവരായിരുന്നു. still there were problems. അപ്പോഴും അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. One day there was a muttanadi. ആമേൻ. ഒരു ദിവസം മുട്ടനടി. What is the problem? എന്തായിരുന്നു പ്രശ്നം? Peter showed up and said, I am the important person in the team. ഈ 12 പേരിൽ ഞാനാണ് ഏറ്റവും വലിയ പുള്ളി. Andrew said, hello Peter, I brought you to Christ. I am the bigger one. പറഞ്ഞു, അന്ത്രയോസ് പറഞ്ഞു, പത്രോസേ ഞാനാണ് നിന്നെ ഇവിടെ പൊക്കിക്കൊണ്ട് വന്നത്, ഞാനാണ് വലുത്. No, I am the one. Jesus specially prayed for me. ഫിലിപ്പോസ് പറഞ്ഞു, അല്ല ഞാനാണ് ഏറ്റവും വലുത്, കാരണം യേശു പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. Jesus came. യേശു വന്നു. What are you doing? എന്താ ഇവിടെ ചെയ്യുന്നേ? What are you doing? എന്താ ഇവിടെ നടക്കുന്നേ? If you want to become the greatest, you have to become the least. നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠനാകണമെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴ്ന്നവനായി മാറണം. If you want to become the captain of the team, you have to become the servant. നിങ്ങൾ ഒരു ടീമിന്റെ ക്യാപ്റ്റനായി മാറാൻ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഒരു വേലക്കാരനെ പോലെയായി മാറണം. There were problems even when Jesus was here. യേശു അവരുടെ ഇടയിലുണ്ടായിരുന്നപ്പോൾ പോലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. This shows that we are all human beings. ഇതിന്റെ അർത്ഥം നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. So okay, let there be problems, but we should settle the problems. പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ നമ്മൾ ആ പ്രശ്നങ്ങളെ പരിഹരിക്കണം. These two ladies were very prominent figures in the church. ചർച്ചിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളായിരുന്നു ഈ രണ്ട് സ്ത്രീകളും. How do you know that? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? They ministered with Paul. അവര് പൗലോസിന്റെ കൂടെ പ്രവർത്തിച്ചു. And Paul knew them by name. കാരണം മാത്രമല്ല, പൗലോസിന് അവരുടെ പേരറിയാമായിരുന്നു. Very important people. വളരെ പ്രാധാന്യമുള്ളവർ. Hallelujah. ഹല്ലേലൂയ. But Clement settled the problem. പക്ഷേ ക്ലെമന്റ് അതൊന്ന് പരിഹരിക്ക്. And my dear yoke fellow, settle the problem. എന്റെ പ്രിയ സഹപ്രവർത്തകരെ, ഒന്നത് പരിഹരിക്ക്. Paul is speaking about a yoke fellow. The name is not given there. അവിടെ അവരുടെ പേര് പറഞ്ഞിട്ടില്ല, കൂട്ടുവേലക്കാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. He is asking the loyal yoke fellow to settle the problem between the two ladies. അവൻ തന്നോട് പറയുകയാണ്, കൂറുള്ള കൂട്ടുവേലക്കാരാ, ആ സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നത്തെ നീ പരിഹരിക്കുക. Who is a yoke fellow? ആരാണ് ഒരു കൂട്ടുവേലക്കാരൻ? അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നുകം ഉള്ള കൂട്ടുകാരൻ. What is yoke? എന്താണ് ഒരു നുകം? I want two brothers. രണ്ട് സഹോദരന്മാരുടെ ആവശ്യമുണ്ട്. Give me a yoke. ഒരു നുകം തന്നെ. Oh my God, this is the yoke. This is the yoke. My God. ഇനി കുറച്ച് കഷ്ടകാലമാണ്. കുനിഞ്ഞു നിന്നു, നന്നായിട്ട് കുനിഞ്ഞു നിന്നു. രണ്ട് കാളേനെ പിടിച്ചിട്ട് ഇതുപോലെ കെട്ടും, കണ്ടിട്ടുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യും? നിലം ഉഴാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് കുറച്ച് മുമ്പോട്ട് പൊക്കോ, ഒന്നിച്ച് പോ, അവരിടിച്ച് തകർക്കരുത്, ഇനി പുറകോട്ട് വാ. ക്ഷമിക്കണം, ഇത് കഴിഞ്ഞിട്ട് വിക്സ് ഒക്കെ ഇട്ട് തിരുമ്മിത്തരാം. കുറച്ച് അങ്ങോട്ട് പോക്കോ, ഇങ്ങോട്ട് ഒന്നിച്ചു പോകുന്നുണ്ടോ? യോക്ക് ഫെലോസ് കാണാമോ? ഇതാരാ? യു ടേൺ, കം ബാക്ക്. കണ്ടോ? ഇതെന്താ? യോക്ക് ഫെലോ.
I ask you, loyal yoke fellow, to settle the problem between the two ladies. ഇവിടെ പറയുകയാണ്, എൻ്റെ ഒരേ നുകത്തിൽ ഉള്ള എൻ്റെ കൂട്ടുവേലക്കാര ആ സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നത്തെ പരിഹരിക്കുക. Thank you so much. അവർക്കൊരു കൈയടി കൊടുത്തേ. ഓ, നല്ല കൈയടി കൊടുത്തേ. നുകം കൊണ്ടോക്കോ ഗിഫ്റ്റ് ആയിട്ട്. Hallelujah. That is yoke fellow. അതാണ് നുകത്തിന് കീഴിലുള്ള സുഹൃത്ത് ബന്ധം. These two yoke fellows cannot go separate. ഒരിക്കലും ഒരു നുകത്തിന് കീഴിലുള്ള കാളകൾക്ക് രണ്ട് ദിശയിലേക്ക് പോകാൻ കഴിയില്ല. They have to agree and go to one direction. അവർ ഒരേ മനസ്സോടെ ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. If you are going this way and this man going that way, the yoke will be broken. ഒരു കാള അങ്ങോട്ടും മറ്റേ വ്യക്തി ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നുകം തകർന്നു പോകും. Do you know something? നിങ്ങൾക്ക് മനസ്സിലായോ? Brothers and sisters, സഹോദരി സഹോദരന്മാരെ, in all blessing centers, എല്ലാ ബ്ലെസ്സിംഗ് സെന്ററിലും, at home, വീടുകളിൽ ഇരിക്കുന്നവർ, the Lord has made us yoke fellows with him. നമ്മൾ കർത്താവിനോട് ചേർത്ത് ഒരു നുകത്തിന്റെ കീഴിൽ കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. We cannot go separate and work. നമുക്ക് മാറി പ്രവർത്തിക്കാൻ കഴിയില്ല. These days, this is the promise from the Holy Spirit. The Lord is going to raise up a lot of yoke fellows in all blessing centers. കർത്താവിന്റെ ഒരു വാഗ്ദത്തം ഇതാണ്, ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു നുകത്തിൽ ചേർത്ത കാളകളെ പോലെ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകന്മാരെ എല്ലായിടത്തും കർത്താവ് നൽകാൻ പോവുകയാണ്. They will be matured persons. കൂടുതൽ പക്വതയുള്ളവരെ കർത്താവ് നൽകാൻ പോവുകയാണ്. Only matured persons can settle down problems. ആ പക്വതയുള്ളവർക്ക് മാത്രമേ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. Somebody say hallelujah. ഒരു വലിയ ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Matthew 5:9 says, blessed are the peacemakers, for they will be called children of God. മത്തായി സുവിശേഷം 5:9 പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. Hallelujah. ഹല്ലേലൂയ. If you want to be the real children of God, you have to be peacemakers. നിങ്ങൾ ശരിക്കും ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറണം. But many children of God are peacemakers. പക്ഷെ പല ആൾക്കാരും അതിനെ പീസാക്കി കളയുന്നവരാണ്. They will break everything. അവരെല്ലാം നശിപ്പിച്ച് കളയും. If you allow them to ask them to settle a problem between two people, രണ്ടുപേരുടെ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ they will add fuel to it. അതിലേക്ക് കുറച്ചും കൂടി എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കും, ആളിക്കത്തും. ആ പ്രശ്നം ഒന്നും കൂടി വലുതാക്കി കയ്യിലോട്ട് തരും. We need matured people to settle down problems between two groups or two people, two families. രണ്ട് വ്യക്തികൾ തമ്മിലോ കുടുംബങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററുകളിൽ ആത്മീകമായ പക്വതയുള്ളവരെ നമുക്ക് ആവശ്യമാണ്. Hallelujah. ഹല്ലേലൂയ. And Paul says your names are written in the book of life. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. How many of you know that your names are written in the book of life? നിങ്ങൾ എത്ര പേർക്ക് അറിയാം നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്? We can see trillions and trillions of books printed in the world. നമുക്ക് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബുക്കുകൾ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം on earth. ഈ ഭൂമിയിൽ. But do you know that there are books in heaven? പക്ഷേ സ്വർഗ്ഗത്തിൽ ബുക്കുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? Hallelujah. ഹല്ലേലൂയ. The Bible is speaking about a book called the book of remembrance. ബൈബിൾ ഓർമ്മയുടെ പുസ്തകം എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട്. Revelation chapter 20 and verse number 12, it says books were opened. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വചനത്തിൽ പറയുന്നു പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു. Malachi chapter 3 verse number 16 through 18. മലാഖി 3-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ speaking about book of remembrance. ഓർമ്മയുടെ പുസ്തകം, സ്മരണയുടെ പുസ്തകം എന്ന് പറയുന്നു. So everything that you do is written in a book, and that book in heaven is called the book of remembrance. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ പുസ്തകം സ്വർഗ്ഗത്തിലുണ്ട്. അതിന്റെ പേരാണ് ഓർമ്മയുടെ പുസ്തകം. If the government can record the details of the citizens, how much more the heavenly government can record each person's data very meticulously. ഒരു ഗവൺമെന്റിന് അവരുടെ പൗരന്മാരുടെ വിശദ വിവരങ്ങൾ അവർ ശേഖരിച്ചു വെക്കുമെങ്കിൽ സ്വർഗീയ ഗവൺമെന്റ്, സ്വർഗീയ പൗരത്വമുള്ള നമ്മളുടെ വിവരങ്ങൾ എത്രയധികം എഴുതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. And there is this book called the Bible in heaven. മാത്രമല്ല ഈ പുസ്തകം ബൈബിളും സ്വർഗ്ഗത്തിൽ ഉണ്ട്. Hallelujah. ഹല്ലേലൂയ. And another book is called the book of life. മറ്റൊരു പുസ്തകമാണ് ജീവപുസ്തകം. The names of the ones who accept Jesus Christ as their personal Savior and Lord
can only be found in this book. ഈ ജീവപുസ്തകത്തിൽ പേര് നിങ്ങളുടെ കാണണമെങ്കിൽ യേശുവിനെ വ്യക്തിപരമായ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവർക്ക് മാത്രമേ അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ കാണുവാൻ കഴിയുകയുള്ളൂ. There are two groups of people sitting here. ഇവിടെ ഇരിക്കുന്നതിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. Two groups watching us. രണ്ട് വിഭാഗം ആളുകൾ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. Either your names will be found in the book of life or it will not be found in the book of life. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ ഇല്ല. Revelations 20 verse number 15 says, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ വചനം പറയുന്നു, anyone whose names was not found written in the book of life was thrown into the lake of fire. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതൊരാളെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. That is the result. അതാണ് അതിന്റെ അന്ത്യം. I'm asking you a sincere question. How many of you know that your name is there surely in the book of life? നിങ്ങളോട് ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്? Some of you have that assurance. നിങ്ങൾ പലർക്കും ആ ഉറപ്പുണ്ട്. Some of you don't know whether it is there or not. ചില ആളുകൾക്ക് എൻ്റെ പേരുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ഉറപ്പില്ല. That means it is not there. അതിന്റെ അർത്ഥമില്ലെന്നാണ്. If you are not sure, it is not there. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഇല്ല. But I'm going to tell you how you can find your name there. പക്ഷെ എങ്ങനെ നിങ്ങളുടെ പേര് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം, അല്ലെങ്കിൽ പേരെങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു തരാം. Accept Jesus as your personal Savior and Lord. യേശുവിനെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ കർത്താവായി നിങ്ങൾ സ്വീകരിക്കുക. Give up the life of sin. Live with Jesus. പാപത്തിന്റെ ജീവിതം വിട്ടുകളഞ്ഞിട്ട് യേശുവിനോട് കൂടെ നിങ്ങൾ ജീവിക്കുക. Say hallelujah. ഒരു ഹല്ലേലൂയ. And the Lord will never blot out your name from the book of life. കർത്താവ് ഒരിക്കലും നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. And if you're sure that your name is there in the Lamb's book of life, the Bible says, Luke 10:20, rejoice because your names are written in heaven. ലൂക്കോസ് 10:20 പറയുന്നു, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുക. Hallelujah. ഹല്ലേലൂയ. Even if you don't have anything in this world, you have enough reasons to rejoice in the Lord because your names are written in heaven. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒന്നും സ്വന്തമായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ തക്കതായ മതിയായ കാരണമുണ്ട്. കാരണം നിങ്ങളുടെ പേര് സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നു. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കോട്ടയം. ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 ദിനങ്ങൾ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. ഒക്ടോബർ 25, 26, 27. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 422 www.blessingtoday.tv. ഞായർ രാവിലെ 10-ന് പ്രത്യേക ആരാധന. റെഡ് ക്രോസ് ടവർ, നാഗമ്പടം, കോട്ടയം. ഏവർക്കും സ്വാഗതം. കർത്താവേ, ഈ ബെഥസ്ത കുളത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടമായി രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഒരുപക്ഷെ നിങ്ങൾ ഹോസ്പിറ്റലിലാകാം, ഒരുപക്ഷെ വീട്ടിൽ കിടപ്പ് രോഗിയാകാം, ഒരുപക്ഷെ വീൽ ചെയറിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. ഒരുപക്ഷെ ഇനി 2 മാസം കൂടെ ഉള്ളൂ, 2 ആഴ്ച കൂടെ ഉള്ളൂ, ഇനി കുറച്ച് നാൾ കൂടെ ജീവിക്കൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കാം. എന്നാൽ 38 വർഷം രോഗിയായി കിടന്നിരുന്ന, ഈ ഭാഗത്ത് കിടന്നിരുന്ന രോഗിയെ യേശു കർത്താവ് സൗഖ്യമാക്കിയെങ്കിൽ ഇത്രയും പേർ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതേ ദൈവിക രോഗശക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് പകരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അസ്ഥികൾ ഒടിഞ്ഞത് നേരെയാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ നേരെയാകട്ടെ. അംഗവൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. സ്റ്റാമറിങ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ലെറ്റ് ഐ സൈറ്റ്സ് ബി റെസ്റ്റോർഡ് ഇൻ ജീസസ് നെയിം.
കേൾവി ശക്തി തിരികെ വരട്ടെ. എല്ലാവിധ ക്യാൻസറുകളും മാറിപ്പോകട്ടെ. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഇതുവരെ എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ആ വ്യക്തികൾ, കാലുകൾ ശോഷിച്ചു പോയത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്ട്രെങ്തൻഡ് ആവട്ടെ. ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ രോഗസൗഖ്യത്തെ ഇപ്പോൾ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. വിശ്വസിക്കുക, ദൈവത്തെ സ്തുതിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഒരേ നുകത്തിന് കീഴിൽ കെട്ടപ്പെട്ടവരെന്ന അർത്ഥം വരുന്ന വിധത്തിൽ പൗലോസ് പറയുന്ന പദം ഏത്? ഓപ്ഷൻസ്: എ എന്റെ സഹോദരന്മാർ, ബി എന്റെ കിരീടം, സി എന്റെ സന്തോഷം, ഡി എന്റെ കൂട്ടുവേലക്കാർ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയായ ഉത്തരം അയക്കുന്നവർക്ക് OMS നൽകുന്ന നല്ല സമ്മാനങ്ങൾ നിങ്ങൾ അയച്ചു തരണമാണ്.